ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ചേലക്കര ഗവൺമെന്റ് LP സ്കൂളിൽ കലോത്സവം താളലയം 2024 വർണ്ണാഭമായി നടന്നു. ചേലക്കര ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ കലോത്സവം താളലയം 2024 അതിവിപുലമായി നടന്നു. ചടുല നൃത്ത ചുവടുകളാലും മനോഹരമായ കവിതകളാലും സ്കൂൾ അങ്കണം പുളകിതമായി. പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച താളലയം 2024 ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പഠിക്കുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അല്ലേ? നിങ്ങളുടെ ഇടയിൽ കഴിവുള്ള അതുപോലെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തില്. എല്ലാം വേണം. വേണ്ടേ? കലാകാരന്മാർ വേണം, വേണ്ടേ? സിനിമാ നടന്മാർ വേണം, അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ള ആളുകളുണ്ടാവണം, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവണം, പാട്ട് എഴുതാൻ കഴിവുള്ളവരുണ്ടാവണം. അങ്ങനെയൊക്കെ വ്യത്യസ്ത മേഖലകളിൽ കഴിവും പ്രാപ്തിയുമുള്ള നാളെയുടെ പ്രതീക്ഷയാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ പഠിച്ചത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ? 50 വർഷം നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുകയാണെങ്കിൽ 50 വർഷം മുന്നേ എന്നെ പഠിപ്പിച്ച ടീച്ചർ പഠിപ്പിച്ച ഒരു പദ്യം ഞാൻ ചൊല്ലട്ടെ. 50 വർഷം മുന്നെയാണ് കേട്ടോ. ഇന്നത്തെമാര് ടീച്ചർ അന്ന് എന്നോടൊക്കെ നല്ല അടിക്കും. പഠിച്ചു വന്നില്ലെങ്കിൽ നല്ല അടി. അതൊക്കെ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ ടീച്ചർ ഇങ്ങനെ തല്ലിയിട്ട് ഞാൻ പഠിച്ചത് അപ്പോഴും മറന്നിട്ടില്ല. PTA പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷനായി. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കല എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കലോത്സവങ്ങളിലൊക്കെ മത്സരിച്ച് വിജയിച്ചവരാണ് പിന്നീട് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അല്ലെങ്കിൽ ലോകം അറിയുന്ന പ്രശസ്തരായ കലാകാരന്മാരൊക്കെ ആയിട്ടുള്ളത്. അതിനുള്ള ഒരു വേദിയാണ് ഇത്തരം കലോത്സവങ്ങൾ. നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ ഒട്ടേറെ കലാവാസനകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തങ്ങളായ പ്രതിഭകളാണ് ഓരോരുത്തരൊക്കെ. അത്തരം പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന നമ്മുടെ താളലയത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുരുന്നുകൾക്കും വിജയാശംസകൾ നേരുന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ലൈല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രശസ്ത തുള്ളൽ കലാകാരൻ സുരേഷ് കാളിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? കലോത്സവത്തിനാണ് അല്ലേ? സ്കൂളിലത്തെ കലോത്സവമാണ് അല്ലേ? അപ്പൊ എന്താ ഈ കലോത്സവത്തിൽ ചെയ്യാൻ പോണത്? പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കും, പിന്നെ ശരി, നമ്മള് ഒരുപാട് വൈവിധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അല്ലേ? ഞാൻ പറയുന്നത് പ്രസംഗം പറയും. അത് തന്നെ. കല എന്ന് പറഞ്ഞ അതിനർത്ഥം സൃഷ്ടി എന്നാണ് അത്രേ. എന്താണ് കല എന്ന് പറഞ്ഞ അതിനർത്ഥം സൃഷ്ടിക്കുക എന്നാണ് അത്രേ. പുതിയതിനെ ഉണ്ടാക്കുക, ഉള്ളതിനെ പലതും കൂട്ടിയോജിപ്പിക്കുക, ഉള്ളതിനെ ഏറ്റവും മുറുക്കിയെടുത്തിട്ട് നന്നാക്കി അവതരിപ്പിക്കുക. ഇതെല്ലാം കലയുടെ ധർമ്മമാണെന്നാണ്. അപ്പൊ അത് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്ത് പറയുക? കലാകാരന്മാര് എന്ന് പറയുക. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് കലാ വിഷയങ്ങള് ഈ കലോത്സവങ്ങളും അതേപോലെ കായിക മത്സരങ്ങളുടെ നമ്മുടെ ഇടയിൽ ഇത്രയധികം ഭംഗിയായിട്ട് നടത്തപ്പെടേണ്ടത്? നമുക്ക് വെറുതെ പുസ്തകം മാത്രം വായിച്ചാൽ പോരെ? BRC BPCK പ്രമോദ്, PTA വൈസ് പ്രസിഡന്റ് രാജേഷ് പണിക്കർ, സീനിയർ ടീച്ചർ സബിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SMC ചെയർമാൻ N. സോമൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു. കുട്ടികളുടെ മികച്ച കലാവതരണം വീക്ഷിക്കുന്നതിനായി നിരവധി രക്ഷിതാക്കളും എത്തിച്ചേർന്നിരുന്നു.
CCV ന്യൂസ് ചേലക്കര.